ജലം പകരേണ്ടവർ ജലം കവരുന്നത് മനുഷ്യത്വമില്ലാത്ത നടപടിയാണെന്ന് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട മദ്യനിർമ്മാണശാലയ്ക്കെതിരെ രൂപം കൊടുത്തിരിക്കുന്ന എലപ്പുള്ളി പോരാട്ട ജനകീയ സമിതിയുടെ ഓഫീസ് പേട്ട ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രചരണവുമായി മുന്നോട്ടു പോകുമ്പോൾ എലപ്പുള്ളി അതിനൊരു അപവാദമായി മാറരുതെന്ന് സമിതിയുടെ രക്ഷാധികാരി കൂടിയായ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടിയാണ് ഈ സമരം. അതാണ് ഞാൻ പറഞ്ഞത്. അതിജീവനത്തിന് വേണ്ടിയുള്ള, ജനങ്ങളുടെ ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള, കുടിവെള്ളത്തിന് വേണ്ടിയുള്ള, ആവശ്യമായ ജീവിത മാർഗത്തിന് വേണ്ടിയുള്ള അവകാശത്തിന്റെ ഏറ്റവും രൂക്ഷമായ ഒരു പോരാട്ടത്തിലേക്കാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് കുടിക്കാൻ ആശ്രിതമായ വെള്ളം ടാങ്കറുകളിലാണ് ശേഖരിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്, കുടിവെള്ളം. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഇവിടെ കുടിവെള്ളം മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിരോധാഭാസമാണ് ഇതിനകത്ത് കാണുവാൻ സാധിക്കുന്നത്. വെള്ളം ആവശ്യമുള്ള സ്ഥലത്ത് നിന്നും വെള്ളം കൊണ്ടുപോകുവാൻ ആളുകൾ ശ്രമിക്കുന്നതിന്റെ ദാരുണമായ ഒരു വരവാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടുവാൻ പോകുന്നത് എന്ന് കാണുമ്പോൾ അതിലും കൂടുതൽ വിഷമം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ഈ പ്രദേശത്തിന്റെ സാമൂഹിക കാർഷിക ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഇവിടെ സ്ഥാപിക്കുവാൻ പോകുന്ന ഈ നിർമ്മാണശാല അല്ലെങ്കിൽ വ്യവസായശാല അത് ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കി തീർത്തു എന്നതിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, വലിയ തോതിൽ ജലം സംഭരിക്കുന്ന സമയത്ത് ഭൂമിയുടെ അടിയിൽ പലതരത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങളും ഉണ്ടാകും. ഒരു പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നിശ്ചിതമായി കുഴിച്ചെടുക്കുന്ന വെള്ളം ആ സ്ഥലത്ത് കെട്ടിക്കിടക്കുന്നത് മാത്രമാണ്. വെള്ളത്തിന്റെ ആവശ്യങ്ങൾ ഭൂമിയുടെ അന്തർഭാഗത്തുണ്ടാവുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് അവിടേക്ക് കൊണ്ടുവന്ന് അത് മദ്യവും അപകടകരമായ ലഹരിയാണെന്ന യാഥാർത്ഥ്യം അധികാരികൾ വിസ്മരിക്കരുത്. സമിതി കോർഡിനേറ്റർ ജോർജ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി മതമേലധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നീക്കം ആത്മാർത്ഥതയോടെയാണെങ്കിൽ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ അനുമതി പിൻവലിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്ട്സിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ജോർജ് സെബാസ്റ്റ്യൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സമിതി അധ്യക്ഷയുമായ കെ രേവതി ബാബു, സന്തോഷ് പള്ളത്തേരി, ഡി രമേശൻ, ഡോക്ടർ ലക്ഷ്മി, സബീർ തിരുമല, കെ അനിത, പി എം സുബ്രഹ്മണ്യൻ, വി ശിവൻ, പി തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു.